ഇതിവൻ്റെ കഥയാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ. ജോമോൻ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് കൂടിയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ജോമോൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ. അതിൻ്റെ ടെൻഷനിലാണ് അവനിപ്പോൾ. ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവുമെന്നൊരു ആത്മവിശ്വാസം എല്ലാവരെയും പോലെ അവനുമുണ്ട്. ആ ഒരു വിശ്വാസവും പിന്നെ കുറേ ആളുകളുടെ പ്രോത്സാഹനവുമാണ് ജോമോനെ ഇന്നിവിടെ എത്തിച്ചത്. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് വ്യത്യാസമുള്ള വഴിയിലൂടെ വേണം ഓരോ മനുഷ്യൻ്റെയും ജീവിതയാത്രയെന്ന് ജോമോൻ വിശ്വസിച്ചിരുന്നു. എല്ലാവരുടെയും ജീവിതം മാറുന്ന ഒരു സമയമുണ്ട്. ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാകുന്ന ഒരു നിമിഷം. അത് ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി കാരണമാകാം. അങ്ങനെ ഒരാൾ ജോമോൻ്റെ ജീവിതത്തിലുമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്നും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നും നമുക്ക് കാണാം. സഞ്ജന, മേരി, ഹായ് ബ്രോ. ഹായ് ബ്രോ, നീ എവിടുന്നാ? പുഷ്പേരി കോളേജ് ഓഫ് ഫാർമസി. ഓ മൈ ഗോഡ്, അവിടുത്തെ ലിൻസി മേഡത്തിനല്ലേ ബെസ്റ്റ് അക്കാഡമിഷ്യൻ അവാർഡ് കിട്ടിയത്? യാ, അതെ. മാഡത്തിനെ എങ്ങനെ അറിയാം? മേഡത്തിന് അവാർഡ് കിട്ടിയ വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ഓ, അഭിജിത്ത്, പോയിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ്. ഹോ, അളിയ വലിപ്പിച്ച്. ഷോ. ജോമോൻ, സർ, can I come in? Yes, Good morning, sir. good morning. Please have a seat. Thank you. Sir, my certificates. You are from Pushperi College of Pharmacy, right? Yes, ma'am. Say something about your college. Sir, my college is NAC A grade accredited. We have a fully equipped research lab with all facilities. We have a highly qualified teaching faculty. So soon it will be one of the PhD centers for Kerala University of Health Sciences. Why do you want to become a pharmacist? Sir, I was always interested in the treatment of various diseases. Sir, it's my passion and I never hesitated when choosing my career. Sir, I feel it is my true calling to work as a pharmacist. And what's more, I believe they have good quality and personality to become a pharmacist and give value to my employer. Which subject did you like the most? Ma'am, I like every subject and I feel like every subject are important. What problematic situation can occur in a daily life of a pharmacist? Ma'am, being unable to read a prescription seems like a serious problem. Drug interactions, it's one of the most common problems we face. It is important to keep our knowledge up to date. What are your strength and weakness?
I have good communication skill and I do not have a problem talking to anyone. But on the other end, I lack leadership qualities. But I plan on working on my management skills to improve my weakness. അക്കാഡമിക്സിൽ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ പെർഫോമൻസ് കുറവാണ്. പക്ഷെ നോക്കൂ, 3rd and 4th ഇയറിലെ മാർക്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ദാറ്റ്സ് റൈറ്റ്. അല്പം ഉഴപ്പനായിരുന്നു അല്ലേ? സർ, വലിയ കഥയാണ് സർ. ആ കഥ ഞങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പറയാമോ ജോമോൻ? ഷോമേ, ഞാൻ പറയും. നിക്കട്ടെ. നിന്റെ കഥ നീ തന്നെ പറഞ്ഞാൽ എന്താ അളിയാ അതിനൊരു രസം. അതുകൊണ്ട് നിന്റെ ആ വലിയ കഥ ഒരു ചെറിയ കഥയാക്കി ഞാൻ പറയാം. ജോമോൻ കി സിന്ദഗി യഹാ പർ ശുരു ഹോത്തി ഹൈ. കോളേജ് ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാലം. നമ്മളൊക്കെ ആരാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുന്ന കാലം. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. സന്തോഷം, ദേഷ്യം, സൗഹൃദം, സ്നേഹം, കണ്ടുമുട്ടലുകൾ, വേർപിരിയൽ, അങ്ങനെ പറയാൻ ഒരുപാട് കഥ. കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ച് തമാശകൾ പറഞ്ഞ് രസിച്ച് നടന്ന ചില നല്ല നിമിഷങ്ങൾ. എഞ്ചിനീയറിംഗിൽ താല്പര്യമുണ്ടായിരുന്ന ജോമോൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഫാർമസിയിൽ ജോയിൻ ചെയ്തു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമുണ്ടായിരുന്ന ജോമോൻ്റെ സ്വപ്നം അതോടെ തകർന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാൻ കിണഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും വീഴ്ചകൾ സംഭവിക്കുന്നത്. ജോമോൻ കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണത്തിനു വേണ്ടി ചില കൊതിയന്മാർ മിക്ക ദിവസവും കാത്തു നിൽപ്പുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, ചിക്കൻ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നാൽ കഴിക്കാത്ത ആരാ ഉള്ളത്? ബിരിയാണിയോട് ഇവന്മാർക്കുള്ള ആക്രാന്തം കണ്ടാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ്. ഇടയ്ക്ക് ചെറിയൊരു വിശ്രമം കാണും, പിന്നെ വീണ്ടും ആക്രമണം. അച്ഛൻ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോൺ തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും മാറിയ അവൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മൊബൈൽ ഫോൺ തന്നെ. ഫോൺ കോൾസ്, ചാറ്റിംഗ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ ബ്ലൂ ഫിലിംസും. ദിവസത്തെ പകുതിയിലേറെ സമയവും മൊബൈൽ എന്ന സുഹൃത്തുമായി അവൻ ചെലവഴിച്ചു. ചുറ്റുമുള്ള വിശാലമായ ലോകം അവൻ കാണാതെയായി. മൊബൈൽ എന്ന മാധ്യമം അവനെ കീഴടക്കി. ചോദ്യം ചെയ്യാത്ത വികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ അടിമത്തം. പരീക്ഷാ സമയം അടുത്തു. ഒന്നും പഠിക്കാത്ത ചില ഉഴപ്പന്മാർ
പരീക്ഷയ്ക്ക് തലേന്ന് പഠിച്ച് പാസ്സാകും. പക്ഷേ ആ വിശ്വാസവും അവനിൽ നിന്ന് പാടെ മാഞ്ഞുപോയി. അവൻ്റെ മനസ്സ് മുഴുവൻ മൊബൈൽ എന്ന കൊച്ചു ലോകത്ത് ഒതുങ്ങിപ്പോയി. ഇരുന്നും നടന്നും കിടന്നും പഠിച്ചിട്ടും അവനൊന്നും മനസ്സിലാകുന്നില്ല. വട്ടുപിടിച്ചൊരവസ്ഥ. അവൻ്റെ മനസ്സ് സ്വന്തം നിയന്ത്രണത്തിൽ നിൽക്കാതെയായി. പിന്നെ ഒന്നും നോക്കിയില്ല, അവനത് ചെയ്തു. എക്സാമിന് ജീവൻ സാറായിരുന്നു ഡ്യൂട്ടി. അല്പം പേടി ഉള്ളിലുണ്ടെങ്കിലും ജോമോൻ ഒരു നിർവാഹവും ഇല്ലാതെ അന്ന് കോപ്പിയെടുത്തു. തുണ്ടുപേപ്പറുമായി വന്ന ജോമോനെ ജീവൻ സാർ കൈയോടെ പൊക്കി. അവസാനം സസ്പെൻഷൻ എന്ന വാക്കിന് അവൻ കീഴടങ്ങി. ജോമോന് ആകെ സങ്കടമായി. വീട്ടിലും കോളേജിലും നാട്ടിലുമൊക്കെ ജോമോന്റെ കോപ്പിയടിക്കാത്ത പാട്ടായി. എന്തോ പോയ അണ്ണാനെ പോലെ അവൻ നട്ടം തിരിഞ്ഞു. ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ ഒരു ചിന്തയുമില്ലാതെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൽ തോറ്റുപോകുന്നത് വീണു പോകുമ്പോഴല്ല, വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ്. വിഷമത്തിലായിരുന്ന ജോമോനെ ജീവൻ സാർ കണ്ടു. അധ്യാപകൻ എന്നതിലുപരി വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം. ജോമോന്റെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിക്കാൻ കഴിവുണ്ടാകണമെന്നും ജീവിതത്തിൽ ഒന്നിനോടും അടിമപ്പെടരുതെന്നും സാർ അവനോട് പറഞ്ഞു കൊടുത്തു. മദ്യപാനം, പുകവലി, മൊബൈൽ, ഇന്റർനെറ്റ്, അങ്ങനെ ചെറുപ്പക്കാരെ അലട്ടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും സാർ അവനെ ഉപദേശിച്ചു. ഓരോ കാര്യത്തിൻ്റെയും നല്ല വശവും ചീത്തവശവും ജോമോന് മനസ്സിലായി. കുറെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു. അവസാനം അവൻ നന്നായി. ജോമോൻ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അറിവ് നേടണമെന്നുള്ള ആഗ്രഹങ്ങൾ അവനിൽ വീണ്ടും ഉളവായി. പുറം ലോകം എന്തെന്ന് അവൻ അറിയാൻ തുടങ്ങി. പുസ്തകങ്ങൾ അവൻ്റെ നല്ല സുഹൃത്തുക്കളായി. പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഡ്രഗ് ഇൻഫോർമേഷൻ സെന്ററിൽ
അവൻ നല്ലൊരു പങ്ക് വഹിച്ചു. മരുന്നിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അവൻ മിടുക്കനായി. ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്നും രോഗികൾ വാങ്ങുന്ന മരുന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. രോഗികളെ കൗൺസിൽ ചെയ്യുന്നതിലും അവരുടെ പ്രഥമ ചെക്കപ്പുകൾ സൗജന്യമായി ചെയ്യുന്നതിലും അവൻ സമയം കണ്ടെത്തി. രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ലീഫ്ലെറ്റുകൾ അവൻ രോഗികൾക്ക് കൊടുത്തു. പഠനത്തിന്റെ ഭാഗമായുള്ള ലാബ് എക്സ്പെരിമെന്റ്സിൽ അവൻ അതീവ ജാഗ്രത പുലർത്തി. ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ ചെയ്യാൻ തുടങ്ങി. അറിവ് നേടാൻ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്ത് അവന് പശ്ചാത്താപം തോന്നി. ജോമോൻ ജീവിതത്തെ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ സമയത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. ഈ ലോകം മറ്റൊരു ലോകത്തിന്റെ പകർപ്പാണ്. പൂർണ്ണതയിലുള്ള മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തെ എത്തിപ്പിടിക്കുവാൻ ജോമോൻ ശ്രമിക്കാൻ തുടങ്ങി. ഒരു ചെറിയ കാൽവെപ്പോടെയാണ് ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണെന്ന് അവന് മനസ്സിലായി. ഏറ്റവും വലിയ സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ ആസ്വദിച്ച് മുൻപോട്ട് പോയാൽ LDF പറയുന്നത് പോലെ എല്ലാം ശരിയാവും. പഠനകാര്യത്തിൽ കഴിവ് തെളിയിച്ച ജോമോൻ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒട്ടും മോശമല്ലായിരുന്നു. ദിവസേന വ്യായാമങ്ങൾ ചെയ്ത് അവൻ ആരോഗ്യം നിലനിർത്തി. അവസാനം അവൻ കോളേജിലെ മസ്സിൽ അളിയനായി. सात समंदर पीरे चल सात सुरों में कर दे ये ऐलान। हिम्मत है तो रोको और जुर्रत है तो मानो, रे आज हथेली में रखती है जान। खून में तेरे मिट्टी मिट्टी में तेरा खून, खून में तेरे मिट्टी मिट्टी में तेरा खून। ऊपर अल्लाह नीचे धरती बीच में तेरा जुनून, रे सुल्तान। ജോമോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആനിമൽ ഹൗസ്. പഠനകാര്യങ്ങൾക്കായുള്ള പരീക്ഷണങ്ങൾ ചെയ്യുവാൻ ആനിമൽ ഹൗസിലെ മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. മൃഗങ്ങളോട് സ്നേഹമുള്ള ജോമോൻ അവയെ നന്നായി പരിപാലിക്കുകയും ചെയ്തു.
കോളേജിന്റെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിലും ജോമോനും അവന്റെ കൂട്ടുകാരും ഉത്സാഹം കാട്ടി. പുഷ്പഗിരി ഫാർമസി കോളേജിലെ വിദ്യാർത്ഥികളുടെ അത്രയും സഹകരണം അവൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ശരിക്കും ഒറ്റക്കെട്ടായിരുന്നു അവർ. ജോമോൻ കലാകായിക രംഗത്തും അവന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു. അങ്ങനെ ഉഴപ്പി നടന്ന ജോമോൻ കോളേജിലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡൻ്റായി. ജോമോൻ അവൻ്റെ ജീവിതത്തെ വേദനിപ്പിച്ചതിനെ മറന്നു കളഞ്ഞു. പക്ഷേ അതിൽ നിന്നും പഠിച്ച പാഠം അവൻ മറന്നില്ല. ഒരു മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അവൻ തന്നെയാണ് നല്ലതും ചീത്തയുമായ പ്രവൃത്തിയിലൂടെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചിലർ ചിലപ്പോൾ അനുഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ഓരോ പാഠങ്ങളാവും. ജോമോൻ ജീവൻ സാറിനെ കണ്ടുമുട്ടിയതുപോലെ വർഷങ്ങൾ കടന്നുപോയി. സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ കോളേജ് ലൈഫ് വിട പറയാനുള്ള സമയമെടുത്തു. സൗഹൃദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ആ ലോകത്തിന് പുറത്ത് അവൻ തനിച്ചായി. ഇതാണ് ജോമോൻ്റെ കഥ. Wow, you have a very wonderful college life, right? Yes, ma'am. Jomon, can you say about some general job opportunities for a pharmacist? Yes, sir. There are several job opportunities for a pharmacist. He can work in an industry, clinical, community, or hospital setting. He can also work as an epidemiologist. A pharmacist can also work as a drug therapist, a drug inspector, in sales and marketing, and as an academician. He can also work in CRO, in research and development, and even as drug technicians. We can even be the members of regulatory authorities like WHO and FDA. Okay, Jomon. The last question for you. Who is the father of pharmacy? Ma'am, Galen is the father of pharmacy. It is believed that he further developed the ideas of Hippocrates. Professor William G. Proctor. He is the father of pharmacy in America. He founded the American Pharmaceutical Association. Hence, he can be regarded as the father of modern pharmacy. Okay, Jomon, you're appointed. Thank you so much, sir. Thank you so much.